20,000 നമുക്ക് വണ്ടി ഇറക്കാം. 20,000 രൂപ നല്ല വണ്ടിക്ക് ഏകദേശം ഒരു 1,00,000 റുപ്യ ഡൗൺ പേയ്മെന്റ് വേണ്ടി വരും. നമുക്ക് 7 സീറ്റർ ആണ്. ഒരു ഷിഫ്റ്റിന്റെ ഒക്കെ പൈസക്ക് ഒരു SUV വണ്ടിയാണ്. കിട്ടില്ല സിറ്റി നമുക്ക് ഫുൾ ഓൺ കിട്ടുന്ന അത്ഭുതമാണ് അല്ലേ? ആക്സിഡന്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. പൊതുവെ എന്താ വെച്ചാൽ ഫുൾ ഓൺ അറിയുമ്പോഴേ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, ഗ്യാരണ്ടിയാണ്. ഗ്യാരണ്ടിയാണല്ലേ. നമുക്കിപ്പോ ഈ ഒരു പ്രൈസ് കുറച്ചതുകൊണ്ട് നമുക്ക് നമ്മളെന്താ അറിയോ, നമ്മളിത് ഫുൾ ഓൺ എല്ലാത്തിനും പറയില്ല. നമ്മളിപ്പോ മാക്സിമം പേ റെന്റാണ് പുതിയ സ്റ്റോക്കുകൾ കയറ്റാൻ വേണ്ടിട്ട് മാക്സിമം കമ്മിയാക്കിട്ട് നമ്മൾ കൊടുക്കും. അതുകൊണ്ട് നമുക്ക് മാക്സിമം ഫുൾ ഓൺ അങ്ങോട്ട് 20,000 രൂപ ഉണ്ടാവും. തീർച്ചയായിട്ടും 25,000 റുപ്യ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. അപ്പൊ ചെറിയ ഓട്ടം, അത്യാവശ്യം വെൽ മെയിൻറ്റൈൻഡ്, മൈലേജും കിട്ടൂല. ഒന്നും കൊടുക്കണ്ട. നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ഡോക്യുമെന്റ് ആയിട്ടും വരിക, വണ്ടി ആയിട്ടും പോവാം. നല്ല കിട്ടില്ല വണ്ടി അല്ലെ. നമുക്ക് ഫുൾ ഓൺ തന്നെ കൊണ്ടുപോകാം. തീർച്ചയായിട്ടും ടിസ്റ്റ് തന്നെയാണ് ഡിക്കൊക്കെ ഓപ്പൺ വരുന്ന ഓട്ടോമാറ്റിക് വാഹനം. അതെ. അപ്പൊ നമുക്ക് ലേഡീസിനൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങിയവർക്കും അതെല്ലാം ചെറിയൊരു ഫാമിലി യൂസിങ്ങിന് മൈലേജ് നോക്കിക്കാണ്ട് ഒരു ഓട്ടോമാറ്റിക് കാർ നോക്കുകയാണെങ്കിൽ പറ്റുന്ന നല്ലൊരു വാഹനം. ലോണ്ടർ വണ്ടി, ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ല. 30 റുപ്യന്റെ വണ്ടി ഇറങ്ങാം. നമുക്ക് ചെറിയ വിലക്ക് കൊണ്ടാൻ പറ്റുന്ന നല്ലൊരു Audi A4. ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞു. അപ്പോൾ കിഡ്ലം കളക്ഷനും കിഡ്ലം ഓഫറൊക്കെ ഉണ്ട് എന്ന് ലാലു പറഞ്ഞു. അപ്പോൾ നമ്മൾ വീണ്ടും വന്നാണ് ദോസ്തിൽ. സോ ഈ ഒരു ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് അടിപൊളി ഏതൊരു വാഹനം നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാർക്ക് വലിയ വാഹനം നമുക്ക് അഫോർഡബിൾ ആയ പ്രൈസിൽ വാങ്ങാമെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഏറ്റവും പ്രത്യേകത. അപ്പോൾ എല്ലാ സെഗ്മെന്റിലും വാഹനങ്ങളുണ്ട്. 7 സീറ്റേഴ്സ് ഉണ്ട്, MPV-കളുണ്ട്, നല്ല ഡീസൽ വാഹനങ്ങൾ, നല്ല കളക്ഷൻസ് ഉണ്ട്. എല്ലാം നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റ് നിൽക്കാന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലാലു, സ്വാഗതം. തീർച്ചയായിട്ടും ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞു. എന്താണ് നമ്മളൊരു സ്പെഷ്യൽ ഓഫർ എന്ന് പറഞ്ഞാൽ? മാക്സിമം വണ്ടിക്ക് റേറ്റുകൾ മാക്സിമം നമ്മൾ കുറച്ചിട്ടിട്ട് മാക്സിമം ലോൺ ചെയ്തുകൊണ്ട് കൊടുക്കുക. അപ്പൊ അതായത് നമുക്ക് നല്ല ട്രാക്ക് കണ്ടെങ്കിൽ മാക്സിമം എല്ലാവർക്കും നമുക്ക് ഫുൾ ഓൺ തന്നെ ചെയ്യാം. ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാം. അപ്പൊ വലിയ വാഹനങ്ങൾക്ക് ചെറിയ വാഹനത്തും ഉണ്ടാവും. അപ്പൊ നമ്മൾ ദോസ്തിന്റെ വീഡിയോ കാണുന്ന പലരും ഉണ്ടാവും. ആദ്യമായിട്ട് കാണുന്നവർക്കായിട്ട് മലപ്പുറം ജില്ലയില് തിരൂർക്കാടിനടുത്ത് അരിപ്ര അല്ല, അതായത് നമ്മൾ തിരൂർക്കാടിനും അതായത് പെരിന്തൽമണ്ണ മലപ്പുറത്തിന്റെ ഇടയിലായിട്ടാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്, പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ. അപ്പോൾ നമുക്ക് അരിപ്ര സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ഈ ഒരു ദോസ്ത് യൂസർ കാർ സ്ഥിതി ചെയ്യുന്നത്. നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണിക്കും. നേരെ നമുക്ക് എന്ത് ചെയ്യുക, ഡീറ്റെയിൽസുകളിലേക്ക് കിടക്കാം. നമ്മൾ ഇൻട്രോ അധികം ദീർഘിക്കുന്ന കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം വാഹനങ്ങൾ എന്നുള്ളതാണ് നമ്മളൊരു ലക്ഷ്യം. സോ എന്ത് ചെയ്യുക, പെട്ടെന്ന് നിങ്ങൾ സഹകരിക്കുക. ഏതെങ്കിലും വാഹനങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലാലുവിനെ കോൺടാക്ട് ചെയ്ത് വാട്സപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ അതിലെ കാറ്റലോഗ് നോക്കി അതിലെ എല്ലാ ഡീറ്റെയിൽസും പുതിയ അപ്ഡേഷനൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ ആ ലാലുവിന് ആ നമ്പർ ഉണ്ടാവും. നമ്മൾ 8943002004 ആ നമ്പർ ഒന്ന് സേവ് ചെയ്താൽ അതിൻ്റെ കാറ്റലോഗിൽ വണ്ടികളൊക്കെ അപ്ഡേഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കിയാൽ മതി. ഫസ്റ്റ് തന്നെ നമുക്ക് എല്ലാവരും നോക്കുന്ന ഒരു വാഹനമാണ് ഡീസൽ വാഹനം. അതും നമുക്ക് 7 സീറ്റാണ്. നല്ലൊരു ഫാമിലി കാറാണ്, മാരുതി സുസുക്കി എർട്ടിഗ. പൊതുവെ നമുക്ക് മെയിൻ്റനൻസ് കുറവാണ്, ഡീസൽ വാഹനം നമുക്ക് കിട്ടാനില്ല. സോ മൈലേജ് കിട്ടും, അതേപോലെ മെയിൻ്റനൻസ് കുറവ്. അതും അതിൽ ഫുൾ ഓപ്ഷൻ ZDI വണ്ടി അല്ലേ? നമുക്ക് ഒരു 20 മൈലേജ് 18 പ്രതീക്ഷിക്കാം. അല്ല, 20 കിലോമീറ്റർ ഹൈബ്രിഡ് ആണ്. മോഡൽ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. മോഡൽ 2019 മോഡല്, നിലവിൽ 70,000 കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. പ്രൊജക്ടഡ് ലാമ്പ് കാര്യങ്ങൾ, പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, അങ്ങനെ അത്യാവശ്യം എല്ലാം കമ്പനി ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്ന ഒരു വാഹനം. നമ്മൾ എത്രയാണ് ഇതിൽ ചോദിക്കുന്നത്? ഇത് നമ്മള് 10,80,000 റുപ്യാണ് ചോദിക്കുന്നത്. മാക്സിമം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും? ഈ വണ്ടിക്ക് ഏകദേശം ഒരു 1,00,000 റുപ്യ ഡൗൺ പേയ്മെന്റ് വേണ്ടി വരും. നമുക്ക് 7 സീറ്റർ ആണ്, അത്യാവശ്യം ഇതുള്ള വണ്ടിയാണ് അല്ലെ. ടയർ കാര്യങ്ങളൊക്കെ പക്കയാണ്. അവിടെ നമുക്ക് ചെറിയ വിലക്ക് കൊണ്ടാൻ പറ്റുന്ന നല്ലൊരു Audi A4 റീവണ്ടിയാണ്. ഹരിയാന രജിസ്ട്രേഷൻ ആണ് വരുന്നത്. അത്യാവശ്യം ഒരു ആവറേജ് ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2009 മോഡലാണ്. ഓക്കെ. അത് നമ്മൾ സിംഗിൾ ഓണർ വണ്ടി, നിലവിൽ 60,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. വേറെ റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല. ഡീസൽ അല്ല വണ്ടി? അതെ, ഡീസൽ ഓട്ടോമാറ്റിക്. പിന്നെ ഈ ടൈപ്പ് ഒക്കെ ഓട്ടോമാറ്റിക് ഉള്ളൂല. അതെ. എത്ര ചോദ്യം എങ്ങനെയായിരുന്നു ഇത്? നമ്മൾ ചോദിക്കുന്നത് നമ്പർ ചെയ്താണ്ട് നമുക്കൊരു 8,60,000 റുപ്യക്ക് നമുക്ക് ഫയലിൽ കൊടുക്കും. 8,60 അല്ലേ? നമുക്ക് ലോൺ ചെയ്യാൻ സൗകര്യം ഉണ്ടാവോ? ലോൺ നമുക്ക് ചെയ്യാം. ഇപ്പൊ ഓൾറെഡി നമ്പർ ആയിട്ടില്ല. നമ്പർ ആയി കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാം, ചെയ്യാനുള്ളത് നമുക്ക് ചെയ്ത് കൊടുക്കാം. കുഴപ്പമില്ല. കസ്റ്റമർ അത് വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ചെയ്തു കൊടുക്കൂല. അടുത്ത തവണ നമുക്കൊരു നാനോ, വീണ്ടും ഒരു ചെറുവാഹനാണ്. അതെ. എങ്ങനെയായിരുന്നു നമുക്ക് മോഡൽ? 2016 മോഡലാണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓക്കെ. 89,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. ഓക്കെ. അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഓപ്ഷൻ ഇത് ടിസ്റ്റ് ആണ് വരുന്നത്. നാനോ ടിസ്റ്റ് ആണ് വരുന്നത്. ടിസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഡിക്ക് ഓപ്പൺ കാര്യങ്ങളൊക്കെ നമുക്ക് ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എത്ര ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമ്മള് 1,30,000 റുപ്യക്ക് നമുക്ക് കൊടുക്കാം. 1.30 അല്ലേ? ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല അല്ലേ? അതേമാതിരി തന്നെ നാനയുടെ ഒരു ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. ഫ്രണ്ടിൽ കിടക്കുന്നത്. ഓക്കെ.
അപ്പൊ ഇത് നമുക്ക് എത്ര ലോൺ സൗകര്യം ഉണ്ടാവും ഇതിന്? അത് നമുക്ക് ഏകദേശം 1.25 നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ലോണും ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് ഈ നാനോന്റെ തന്നെ ടിസ്റ്റ് തന്നെയാണ് ഡിക്കൊക്കെ ഓപ്പൺ വരുന്ന ഓട്ടോമാറ്റിക് വാഹനം. അതെ. അപ്പൊ നമുക്ക് ലേഡീസിനൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങിയവർക്കും അതല്ല ചെറിയൊരു ഫാമിലി യൂസിങ്ങിന് മൈലേജ് നോക്കിക്കാണ്ടൊരു ഓട്ടോമാറ്റിക് കാർ നോക്കുകയാണെങ്കിൽ പറ്റുന്ന നല്ലൊരു വാഹനം. അത്യാവശ്യം ടയറും ഉണ്ട് അല്ലേ? ടയർ പുതിയ ടയറാണ്. പുതിയ ടയർ, 4 പുതിയ ടയർ അല്ലേ? ടയറും പുതിയ ടയർ അല്ലേ? ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? ഇത് കിലോമീറ്റർ വെറും 30,000 കിലോമീറ്റർ. ഓൺഷിപ്പ് സിംഗിൾ ആണ്. സിംഗിൾ മോഡൽ 16 2016. എത്ര ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമ്മള് 2 ലക്ഷം റുപ്യ ചോദിക്കുന്നുണ്ട്. നമുക്ക് കസ്റ്റമർ വരുന്നതിനനുസരിച്ച് മാക്സിമം ചെയ്യാം. ഏകദേശം എത്ര റുപ്യേന് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്ക് ഇതും ഒരു 25,000 റുപ്യ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാം. ഓട്ടോമാറ്റിക് വണ്ടി അതാണ്. ഓൾട്ടോ 800 ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്നേ. അതെ. മോഡൽ 21 വണ്ടി അല്ലേ? അതെ. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് 2020 മോഡൽ 21 രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാണ്. ഓക്കെ. നമ്മള് സിംഗിൾ ഓണർ വണ്ടിയാണ്. വേറെ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. BS6 ആണ് വണ്ടി. ഫേസ് ലിഫ്റ്റ് ഒക്കെ? അതെ അതെ, BS6 ആണ്. എയർ ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവൂല. നമുക്ക് എങ്ങനെ ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമ്മള് 3.5 ലക്ഷം റുപ്യ ചോദിക്കുന്നുണ്ട്. ഏകദേശം നമുക്കൊരു 30,000 റുപ്യ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാം പറ്റും. ചെറിയ ഓട്ടം, 21 മോഡലും ഉണ്ട്, സിംഗിൾ ഓണർ വണ്ടി, ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ല. 30 റുപ്യന്റെ വണ്ടി ഇറക്കാം. അതാണ് അതിന് തൊട്ട് മുമ്പുള്ളൊരു മോഡൽ അല്ലേ? എങ്ങനെയായിരുന്നു? 2013 മോഡലാണ്. നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 1.85 ആണ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടിയാണ്. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഇതിന്റെ ബോണ്ട് റീപ്ലേസ്ഡ് ആണ്. ബാക്കി അബ്രോണ്ട് പ്രശ്നങ്ങളോ ചേസ്ബെന്റ് ഒന്നുമില്ല. എത്ര നമ്മളെ ചോദ്യം എങ്ങനെയായിരുന്നു? നമ്മൾ 1.85 ചോദിക്കുന്നുണ്ട്. അപ്പൊ ഫുൾ ഓൺ ഉണ്ടാവുന്ന ഒരു 800. അപ്പൊ സാധാരണക്കാർക്ക് ചെറിയ ബഡ്ജറ്റിൽ പൈസ ഒന്നും കൊടുക്കാതെ ട്രാക്ക് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഫുൾ ഓൺ തന്നെ കൊണ്ടുപോകാം. തീർച്ചയായിട്ടും. ഇനി ഒരു തവണ നമുക്ക് വീണ്ടും അടുത്തൊരു സെഗ്മെന്റ് ഹാച്ച് ബാക്കിൽ തന്നെ നമുക്ക് തവണ i20. അത്യാവശ്യം നല്ല പെർഫോമൻസും നല്ല സ്പേഷ്യസും ഒക്കെ ഉള്ള നല്ല യാത്രാ കംഫർട്ട് ഉള്ള ഒരു വാഹനം. ഡീസലാണോ ഇത് വരുന്നത്? ഇത് പെട്രോൾ ആണ്. പെട്രോൾ ആണല്ലേ? നല്ല കംഫർട്ട് ആയിട്ട് എഞ്ചിൻ അല്ലേ? അത്യാവശ്യം ഏതായിരുന്നു? മാഗ്നയാണ് ഓപ്ഷൻ വരുന്നത്. AC ഫസ്റ്റ് 4 ഡോർ പവർ വിൻഡോ അല്ല? പിന്നെ കൊല്ലം രജിസ്ട്രേഷൻ ആണ് വരുന്നത്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് 80,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടി. 2016 മോഡലാണ്. ഓക്കെ. ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമുക്ക് 4,90,000 റുപ്യാണ് നമ്മൾ. ഒരു വാഗണറിന്റെ പൈസ കൊണ്ടുപോകാം. തീർച്ചയായിട്ടും. നല്ലൊരു ഹാച്ച് ബാക്ക്. നമുക്ക് നല്ല കറക്റ്റ് പ്രൊഫൈലുള്ള ഒരു കസ്റ്റമർ ആണ് വിചാരിച്ചെങ്കിൽ നമുക്ക് ഫുൾ ഓൺ നമുക്ക് വണ്ടി ഒന്നും കൊടുക്കണ്ട. നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ഡോക്യുമെന്റ് ആയിട്ടും വരിക, വണ്ടി ആയിട്ടും പോവാം. നല്ല കിട്ടുന്ന വണ്ടി അല്ലേ? വാഗ്നർ ബ്ലാക്ക്. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യം? 2010 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓക്കെ. അത് 1.80 ഓടിയിട്ടുണ്ട്. അത്യാവശ്യം ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ ആണ്. അതെ അതെ. എങ്ങനെയാണ് സർവീസ് ഒക്കെ? എങ്ങനെയായിരുന്നു സർവീസ്? കറക്റ്റ് ഓരോ 10 കമ്പനി സർവീസ് ഉള്ള കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. അതെ. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം. തീർച്ചയായിട്ടും. ഓക്കെ. ഫുള്ള് കമ്പനീസിനാണ് ചെയ്തിട്ടുള്ളത്. ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമ്മള് 2,25,000 റുപ്യാണ് ചോദിക്കുന്നത്. ബാക്കി നമുക്ക് കസ്റ്റമർ വരുന്നതിനനുസരിച്ച് മാക്സിമം കമ്മി ചെയ്ത് കൊടുക്കാം. ലോൺ സൗകര്യം ഉണ്ടാവോ? ലോൺ സൗകര്യം നമുക്ക് ചെയ്ത് കൊടുക്കാം. ഏകദേശം എത്ര രൂപ? ലോൺ സൗകര്യം എന്ന് പറഞ്ഞാൽ ബാങ്ക് അടക്കില്ല, ഫിനാൻസ് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഫൈനാൻസ് ഇപ്പൊ 12 വരെയുള്ള അതിനേഷമുള്ള വണ്ടികൾക്ക് നമുക്ക് പ്രൈവറ്റ് ഫിനാൻസ് അല്ലെങ്കിൽ സീറ്റ് നോക്കേണ്ടി വരും. നമ്മൾ വീണ്ടും ഒരു ഓൾട്ടോ 800 അല്ല? ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2015 മോഡലാണ്. ഓക്കെ. അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇന്റീരിയർ ഒക്കെ കാണേണ്ടതാണ് അല്ലേ? നല്ല അടിപൊളി ഇന്റീരിയർ ആണ്. സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ല. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 80,000 കിലോമീറ്റർ. ഓക്കെ. ചോദ്യം എങ്ങനെയായിരുന്നു? നമ്മള് 2,35,000 റുപ്യാണ് ചോദിക്കുന്നത്. ഇത് നമുക്ക് ഏകദേശം ഒരു 25,000 റുപ്യ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. അപ്പൊ ചെറിയ ഓട്ടം, അത്യാവശ്യം വെൽ മെയിൻറ്റൈൻഡ്, മൈലേജും കിട്ടൂല. 17 കഴിഞ്ഞിട്ട് മൈലേജ് കിട്ടൂല. 17 കഴിഞ്ഞിട്ട് എന്തായാലും മൈലേജും കിട്ടൂല. അടുത്തതാണ് നമുക്ക് വീണ്ടും ഒരു കിടിലൻ വാഹനമാണ് ടാറ്റ ടിയാഗോ അല്ല? അതെ. പെട്രോൾ അല്ല വരുന്നത്? പെട്രോൾ ആണ് വരുന്നത്. ഓക്കെ. അത്യാവശ്യം ബോഡി വെയിറ്റും പെർഫോമൻസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. 2019 മോഡൽ അല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 50,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുള്ള സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. നമ്മൾ എത്രയാണ് ചോദിക്കുന്നത്? ഇത് നമ്മള് 4 ലക്ഷം റുപ്യക്ക് നമുക്ക് കസ്റ്റമറിന് കൊടുക്കാം. കുറക്കാണ്ടാവും? കുറക്കാൻ മാക്സിമം കുറച്ചിട്ടാ പറഞ്ഞത്. 4 ലക്ഷം റുപ്യ നമ്മളെ നെറ്റ് പ്രൈസ് ആണ്. ഏകദേശം നമുക്ക് ലോണ് നമുക്കൊരു 4,20 വരെ ലോൺ ചെയ്ത് കൊടുക്കാം. അപ്പൊ 20,000 റുപ്യ ക്യാഷ് ബാക്ക് ഉള്ള വണ്ടി. അപ്പൊ നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ അങ്ങോട്ട് 20,000 റുപ്യ ഉണ്ടാവും. തീർച്ചയായിട്ടും. അടുത്തതാണോ നമുക്ക് ഫ്ലൂയിഡിക് i20. എലൈറ്റ് കഴിഞ്ഞ് ഫ്ലൂയിഡിക് ഒന്നുകൂടി പെർഫോമൻസും ഒന്നുകൂടി സൗകര്യമുള്ള ഒരു വണ്ടിയാണ്. ഡീസലാണത്? ഡീസൽ. മൈലേജും ഉണ്ടാവും അല്ലെ? മൈലേജ് എന്തായാലും ഒരു 20-22 കിലോമീറ്റർ എന്തായാലും ഉണ്ട്. അപ്പൊ ഡെയിലി യൂസിന് നമുക്ക് ധൈര്യമായിട്ട് കൊണ്ടുവെക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ വാഹനം. അത്യാവശ്യം സ്പേസും ഉണ്ട്, പെർഫോമൻസും ഉണ്ട്. ചെറിയ പൈസയും കൊടുത്താൽ പോരെ? തീർച്ചയായിട്ടും. എത്ര റുപ്യ എടുക്കേണ്ടി വരും? അതുപോലെ കയ്യിലുള്ള എന്തെങ്കിലുമൊക്കെ തന്നോട്ടെ റേറ്റ് പറയും. പിന്നെ അതുപോലെ ഉള്ളേറ്റും വരും കേട്ടോ. എങ്ങനെയാണ് റേറ്റ്? ഇത് നമ്മളെ ചോദിക്കുന്ന പ്രൈസ് 2,75,000 റുപ്യ. ചെറിയ പൈസക്ക് ഒരു ഡീസൽ വണ്ടി. ഇത് നമുക്ക് ഒരു 40 റുപ്യ 50 റുപ്യ ആ റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ്
സുഖമായിട്ട് വണ്ടി കൊണ്ടാണ്. നല്ല കസ്റ്റമർ ആണെങ്കിൽ ഒരു 10 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കി സുഖമായിട്ട്. നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡീസലാണ്, അത്യാവശ്യം മൈലേജും കിട്ടും, പെർഫോമൻസ് ഉള്ള വണ്ടി അല്ലേ. അടുത്താണ് കിടക്കാച്ചി വാനാണ്, സെഡാനിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനം. സിറ്റി ഡീസലാണ് വരുന്നത്. ഇത് ഡീസലാണ്, 2015 മോഡൽ. മൈലേജ് എന്ന് പറഞ്ഞാൽ നിങ്ങള് മൈലേജ് ഒരു 15ന്റെ ഉള്ളില്. ഡീസൽ അല്ലേ? പെട്രോൾ ആണ് അല്ലേ? അപ്പൊ 15ന്റെ ഉള്ളില്. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ്റെനൻസ് തീരല്ല എന്നുള്ളതാണ്. എണ്ണ അടിച്ച് ഇങ്ങനെ സർവീസും ചെയ്ത് പോയാൽ മതി, വേറെ ഒന്നും നോക്കാനില്ല അല്ലെ. അപ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആണ്, നല്ല അടിപൊളി യാത്രാ കംഫർട്ടാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 80,000 കിലോമീറ്റർ. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ 4 ലക്ഷം റുപ്യാണ് ചോദിക്കുന്നത്. ഇത് നമുക്ക് കറക്റ്റ് പ്രൊഫൈലുള്ള ഒരാളെയാണെങ്കിൽ നമുക്ക് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓണിൽ തന്നെ സിറ്റി ഉണ്ടാ? ഫുൾ ഓണിൽ അടുത്ത വണ്ടിയാണ് കിട്ടുക. സിറ്റി നമുക്ക് ഫുൾ ഓണിൽ കിട്ടുന്ന അത്ഭുതമാണ് അല്ലേ. ആക്സിഡന്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. പൊതുവെ എന്താ വെച്ചാൽ ഫുൾ ഓൺ പറയുമ്പോഴേ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, ഗ്യാരണ്ടിയാണ്. ഗ്യാരണ്ടിയാണല്ലേ. നമുക്കിപ്പോ ഈ ഒരു പ്രൈസ് കുറച്ചതുകൊണ്ട് നമുക്ക് ആ ഒരു നമ്മളെന്താ അറിയോ, നമ്മളിത് ഫുൾ ഓൺ എല്ലാത്തിനും പറയില്ല. നമ്മളിപ്പോ മാക്സിമം ഇപ്പൊ ഇയർ എൻഡ് ആണ്, പുതിയ സ്റ്റോക്കുകൾ കയറ്റാൻ വേണ്ടിട്ട് മാക്സിമം കമ്മിയാക്കിട്ട് നമ്മൾ കൊടുക്കും. അതുകൊണ്ട് നമുക്ക് മാക്സിമം ഫുൾ ഓൺ ഡൗൺ പേയ്മെന്റ് കുറച്ചിട്ടില്ല. അടുത്താണ് എത്തിയോസ് അല്ലേ? എത്തിയോസ് സെഡാനാണ്. കേരള വണ്ടിയാണോ അതോ റീ വണ്ടിയോ? ഇത് റീ വണ്ടിയാണ്. അല്ലേ? മോഡല് കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? 2012 മോഡലാണ്. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല. എഞ്ചിന് മെക്കാനിക്കലൊക്കെ പക്ക. റീ വണ്ടി ആയതുകൊണ്ട് പിന്നെ നമ്മൾ കിലോമീറ്റർ ഒന്നും ചോദിക്കും. കിലോമീറ്റർ നമ്മൾ 100% ജനുവനാണെന്ന് ഈ വണ്ടി പറയില്ല, കാരണം നമ്മളത് കിലോമീറ്റർ നോക്കിയിട്ട് എടുത്തതല്ല. വണ്ടി മെക്കാനിക്കലി 100% പെർഫെക്റ്റ് ആണ്. ഡീസലാണ് വണ്ടി. നിലവിൽ ഇപ്പോ സെക്കൻഡ് ഓണർഷിപ്പിലാണ്. ഏകദേശം ഒരു 4 വർഷം 5 വർഷമായി നമ്പറായിട്ട്. 4-5 കൊല്ലമായിട്ട് കേരളത്തിലുള്ള വണ്ടിയാണ്. അതെ. ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമ്മൾ ചോദിക്കുന്നത് 2,75,000 റുപ്യാണ്. നമുക്ക് ഏകദേശം എത്ര രൂപ ഉണ്ടെങ്കിൽ ഇതൊരു 25,000 റുപ്യ നമുക്ക് വണ്ടി ഇറക്കും. സുഖമായിട്ട് വണ്ടി കൊണ്ടുപോകാം അല്ലെ. അടുത്താണ് ഫോഗ്ഡ് എക്കോസ്പോർട്ട്. ഡീസലാണ് വരുന്നത്? ഡീസലാണ് വരുന്നത്. ഇടിച്ചു നോക്കിയാൽ അറിയാലേ വണ്ടിന്റെ പവർ അല്ലേ. എങ്ങനെയായിരുന്നു? നല്ല പെർഫോമൻസും നല്ല മൈലേജും ധൈര്യമായിട്ട് കൊണ്ടുനടക്കാം അല്ലെ വണ്ടി. ഒരു ചെറിയ ഒരു ഷിഫ്റ്റിന്റെ ഒക്കെ പൈസക്ക് ഒരു SUV. അത്യാവശ്യം പെർഫോമൻസ് ഉള്ള വണ്ടിയാണ്, മൈലേജ് ഉള്ള വണ്ടി അല്ലേ. അതെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇത് കിലോമീറ്റർ 1,60,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്. തേർഡ് ഓണർഷിപ്പിലെ വണ്ടി കിടക്കുന്നത്. എത്ര ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 3,65,000 റുപ്യാണ്. 3,65,000 ചെറിയ പൈസക്ക്, ഒരു വാഗണറിന്റെ പൈസക്ക് നല്ലൊരു SUV ഉണ്ടാവും. അതെ. അതേമാതിരി തന്നെ ഒരു ബൈക്ക് എടുക്കണ ഒരു 25,000 റുപ്യ ഡൗൺ പേയ്മെന്റ് വിചാരിച്ചാൽ നമുക്ക് വണ്ടി ധൈര്യമായിട്ട് കൊണ്ടുപോകാൻ ചെയ്യാം. ഓൾട്ടോന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ? ഓൾട്ടോ നമുക്ക് 1 ലക്ഷം റുപ്യക്ക് കൊടുക്കാം. LXI ആണത്? LXI 2010 മോഡല്. 2010 മോഡൽ 1 ലക്ഷം റുപ്യ കൊണ്ടുപോകാം. അടുത്ത വീണ്ടും എലൈറ്റ് 820 റെഡ് അല്ലേ? ഡീസലാണോ പെട്രോളാണോ? ഇത് ഡീസലാണ്. ഡീസലാണ്. അപ്പൊ എലൈറ്റ് ആണ് കൂടുതലും ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയാണ്. തീർച്ചയായിട്ടും. പൊതുവെ എന്താ വെച്ചാൽ നല്ല പെർഫോമൻസ് ഉണ്ട്, മൈലേജും കിട്ടൂല. അതിന്റെ റെഡ് വരുന്നുണ്ട്. K2 ആണ് രജിസ്ട്രേഷൻ. അത്യാവശ്യം ടയറും ഏത് ഫുൾ ഓപ്ഷൻ ആണത്? ഏറ്റവും ഫുള്ളോട് ആസ്റ്റയാണ്. അപ്പൊ പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, റിയർ AC വെന്റ് ഒക്കെ വരുന്നുണ്ടാവും. അത് കിഡ്ലം പൈസ കൊടുക്കണതിനുള്ള സാധനം എന്തായാലും ഉണ്ടാവും അല്ലെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ നിലവിൽ 1 ലക്ഷം കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. എത്ര ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമ്മള് 5,35,000 റുപ്യാണ്. 5,35,000. ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കും? ഒരു 30,000 റുപ്യ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റൂല. അടുത്താണ് നമുക്ക് പുതിയ മോഡൽ സ്വിഫ്റ്റ്. റെഡ് ആൻഡ് ബ്ലാക്ക് അല്ലെ? ചെയ്തതാണ്. ഇത് RTO പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ? ഇല്ല, നമുക്ക് കൊണ്ടു നടക്കാമല്ലോ അല്ലെ? തീർച്ചയായിട്ടും. ഇത് അത്യാവശ്യം ടയർ കാര്യങ്ങളല്ലാണ്ട് ഡീസലാണോ പെട്രോളാണോ വരുന്നത്? ഇത് പെട്രോളാണ്. VXI ആണ് ഓപ്ഷൻ വരുന്നത്. നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 60,000 കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ടുള്ളത്. ഫുൾ സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങൾ ഏകദേശം ഒരു 40,000 റുപ്യന്റെ ക്ലെയിം ഉണ്ട് ചെയ്തിട്ടുണ്ട്. 40,000 എന്ന് പറഞ്ഞാൽ ഡിപ്പെൻസ് ആണ്. അതെ. വളരെ ചെറിയ ക്ലെയിം ആണ് ഇത്. സാധാരണ മേജർ ക്ലെയിം ഒക്കെ ആണെങ്കിൽ 1.5 റേഞ്ചൊക്കെ വരും. എന്തായാലും വരും. അപ്പൊ നമുക്ക് എത്രയാണ് ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമ്മൾ 5,40,000 റുപ്യാണ് ചോദിക്കുന്നത്. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം? നമുക്കൊരു 20,000 റുപ്യ നമുക്ക് വണ്ടി ഇറക്കാം. 20,000 രൂപ. നല്ല കസ്റ്റമർ, അത്യാവശ്യം പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഉള്ള കസ്റ്റമർ 20,000. മാക്സിമം അതല്ലെങ്കിൽ ഒരു ആവറേജ് കസ്റ്റമർ ഒക്കെ ആണെങ്കിൽ ഒരു 30 റുപ്യ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കി കൊടുക്കാം. അടുത്ത നമ്മൾ ഫോർഡ് ഫിഗോ i20 വരുന്നുണ്ട്, ബൊലേറോ വരുന്നുണ്ട്, എർട്ടിക 2 വരുന്നുണ്ട്, അതേപോലെ ജാസ്. ഇങ്ങനത്തെ ഒരു എപ്പിസോഡായിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ് താൽക്കാലികമായിട്ട് നിർത്തുകയാണ്. അടുത്തിലൊരു ഏറ്റവും വലിയ ഹൈലൈറ്റ് വന്ന സ്വിഫ്റ്റുകളുടെ നല്ലൊരു ചാകരയുണ്ട്. അത് നല്ല നല്ല അടിപൊളി കളക്ഷൻസ് ആണ്. അപ്പോൾ അതിന് നിങ്ങൾ വെയിറ്റ് ചെയ്തോളി. അപ്പോൾ ലൊക്കേഷൻ ഒന്നുകൂടി പറയാം. മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ അരിപ്ര, മലപ്പുറം പെരിന്തൽമണ്ണ റൂട്ടിലാണ്, അതായത് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിലാണ്. ദോസ്ത് യൂസർ കാർസ് നമ്പർ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്തോളി. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ലോ ഡൗൺ പേയ്മെൻറ്റിൽ നല്ല ക്വാളിറ്റിയുള്ള മോഡൽ കൂടിയ വാഹനങ്ങൾ, അതും ചെറിയ പൈസ കൊണ്ടുപോകണമെങ്കിൽ
വേഗം വന്നോളി. പിന്നെ ഈ ഒരു ഓഫർ നിങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയരുത്. അപ്പോൾ എന്ത് ചെയ്യാം, പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. ഇറ്റ്സ് മീ റിയാസ് സൈനിങ് ഓഫ്.